വ്യത്യസ്തമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവജനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 30-ാം സങ്കീർത്തനം എന്റെ 5-ാമത്തെ വാക്യം. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യത്വമുള്ളത്. സന്ധ്യയിൽ കരച്ചിൽ വന്ന് അപ്പാർ ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒറ്റ വാക്യത്തിൽ തന്നെ അനവധി മെസ്സേജ് ഉണ്ട്. ഒന്ന്, അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ. 2, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. 3, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. 4, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം വരും. ഈ 4 മെസ്സേജാണ് അതിനകത്ത് കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ 4 മെസ്സേജ് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു മെസ്സേജ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. പ്രൈസലോ. ബാക്കി നമുക്ക് സമയം പോലെ പ്രസംഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുക. അപ്പൊ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഞാൻ പഠിക്കും. പഴയ നിയമത്തിൽ ദാവീദ് യഹോവയുടെ ഹല്ലേലൂയ പ്രസാദമോ ജീവപര്യന്തമുള്ള ദാവീദ് പറയുമ്പോൾ നമുക്ക് ആ വചനം എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഈ വചനമായിട്ട് എന്താണ് ബന്ധം? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അനവധി ശുശ്രൂഷകളും നമ്മുടെ അനവധി പ്രവർത്തികളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ സഭയുടെ രീതികളും ഭാവങ്ങളും നമ്മുടെ ദൈവദാസന്മാരുടെ ഭാവങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, വിശ്വാസികളുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലില്ല. പ്രസംഗത്തിനകത്ത് കണ്ടില്ലേ എത്ര അങ്ങനെ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതായിരുന്നെങ്കിൽ സഭായോഗം നടത്തുന്നിടത്ത് പോലീസിന് ആവശ്യമില്ലായിരുന്നല്ലോ. പള്ളികൾക്കകത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ, പള്ളി യോഗം കുർബാന നടക്കുമ്പോൾ പോലീസിന്റെ ആവശ്യം വരത്തില്ലായിരുന്നു. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളതെന്ന് പറയുന്ന ആ വചനത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് സഭകളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിന്റെ കോപം എന്ന് പറയുന്നത് ക്ഷണനേരത്തേക്കായിരുന്നു. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ളൂ. പക്ഷെ മനുഷ്യന്റെ കോപം ക്ഷണനേരം കൊണ്ട് തീരുന്നതല്ല. അതിങ്ങനെ ഭൂമി പുകയുന്നത് പോലെ പുകഞ്ഞ് സമയാസമയങ്ങളെടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ആയുധമാണ് മനുഷ്യന്റെ കോപം. നമ്മുടെ കർത്താവിന്റെ കോപമൊക്കെ ക്ഷണനേരമായി. അവന്റെ അല്ലെങ്കിൽ പ്രസാദം ജീവപര്യന്തമായിരുന്നു. ക്രൂശിൽ കിടന്നപ്പോഴും യേശുവിന്റെ പ്രസാദം നിങ്ങൾ കണ്ടില്ലേ? തന്നെ നിന്ദിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും ഉപദ്രവിക്കുകയും കന്നത്തടിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്തവരാ. തന്റെ ശരീരം ഉഴവുചാലം പോലെ കീറിയ കാര്യപ്പാടി തറയ്ക്കപ്പെട്ട മുൾക്കീരിനെ അടിച്ചിറക്കിയവർ, കയ്പ് കുടിക്കാൻ കൊടുത്തവർ, ചുരുക്ക കുടിക്കുക, ഇവരെല്ലാം നിൽക്കുമ്പോൾ വലിയ ആരമാന യേശുവിനെ കളിയാക്കുമ്പോൾ യേശുവിന്റെ പ്രസാദവും ജീവപര്യന്തവും ഉള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾക്കൊരു കഴിവോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തിന്റെ വചനം നിൽക്കുമ്പോൾ ആ വചനമായിട്ട് നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ശുശ്രൂഷയ്ക്കകത്ത് വചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് അവരുടെ രീതികളിൽ, അവരുടെ ഭാവങ്ങളിൽ തന്നെ കാണാൻ കഴിയും, പ്രകടമാക്കും. അല്ലേര് എന്ന കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്ന് അനവധി ദൈവദാസന്മാർ, സാധു സുന്ദർസിംഗിനെ പോലെയുള്ള, ആശാരി ഉപദേശിയെ പോലെയുള്ള, ആമി ജോർജ് മുള്ളറെ പോലെയുള്ള, ജോർജ് ഹസനെ പോലെ അനവധി ആളുകൾ, വില്ലിങ്കേരിയെ പോലെ, മാർട്ടിൻ ലൂഥറിനെ പോലെ, പോളികാർപ്പിനെ പോലെയുള്ള അനവധി ആളുകൾ കർത്താവിന് വേണ്ടി നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഗ്രഹാസ് സെയിൽസിംഗ് അടക്കമുള്ള നമ്മൾ കണ്ടിട്ടില്ലേ? അവന്റെ പ്രസാദം ജീവപര്യന്തം. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പ്രസാദം ജീവപര്യന്തമായിരുന്നു. നമ്മുടെ ഉള്ളിൽ ജീവപര്യന്തമില്ല. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ആ സ്വഭാവമൊന്നുമില്ല. ഞാൻ ആരെയും കാണാറുമില്ല. എല്ലാം കാര്യത്തുള്ളി നിൽക്കുക. കൽക്കരിയിട്ട് ഓടുന്ന ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പുക തുപ്പുന്നത്, കൽക്കരിയിട്ട് ഓടുന്ന ട്രെയിൻ കണ്ടിട്ടില്ലേ? അതിൽ നിന്ന് പുക തുപ്പുന്നത് പോലെ പല മനുഷ്യന്റെ ഹൃദയത്തിനകമിരിക്കുന്നത് കറുത്തിരണ്ട പുകപടലം കൊണ്ട് നിറഞ്ഞ് അതേത് സമയത്തും പുറത്തേക്ക് തുപ്പത്തക്ക നിലയിലാണ് അല്ലെങ്കിൽ അവർ നിൽക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അതിലൊരാളല്ലേ? താങ്കൾ ഫുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന സഹോദരൻ, എന്നെ കേൾക്കുന്ന ദൈവദാസനെ, താങ്കൾ അതിലൊരാളല്ലേ? സഭയ്ക്കകത്തിരിക്കുന്ന വിശ്വാസിയെ, നീ അതിനകത്തൊരാളല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിത്യതയിൽ എത്തണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ക്രൈസ്തവ സമൂഹത്തോട് പറഞ്ഞിട്ട്, നിന്റെ ഉള്ളിൽ നിന്ന് കൽക്കരി വണ്ടി ട്രെയിൻ പുക തുപ്പുന്നത് പോലെ പുക തുപ്പുന്ന അനുഭവമാണോ? മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം യോഗ്യമായ ഫലം കായ്ക്കണം. ആ ഫലം നിലനിൽക്കണം.
ക്രിസ്തുവിന്റെ ഭാവം നിങ്ങളുടെ ഉള്ളിൽ വരണം. ക്രിസ്തുവിന്റെ പ്രസാദം നിങ്ങളുടെ ഉള്ളിൽ വന്ന് അത് ജീവപര്യന്തം നിലനിൽക്കുകയാണെങ്കിൽ നീ ഒരിടത്തും കരിതുള്ളത്തിൽ പുക തുപ്പത്തില്ല കേട്ടോ. രക്താംശയം ലേരിയ. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം വായിക്കുന്നു 35 വായിക്കുമ്പോൾ സോദരൻ, രാത്രിയിൽ വിലാപം എന്നാൽ പ്രഭാതത്തിൽ സന്തോഷം. രാത്രിയിൽ വിലാപം, പ്രഭാതത്തിൽ സന്തോഷം. ഭക്തന്റെ മുഖം അല്ലെങ്കിൽ ക്ഷണികവും സന്തോഷവും നിലനിൽക്കുന്നതുമാണ്. കരച്ചിലും ദുഃഖവും വഴിയാത്രക്കാരൻ രാപ്പാർക്കാൻ വരുന്ന ഇതുപോലെ വന്നു ഇന്ന് വരാം, അവൻ രാവിലെ പൊയ്ക്കൊള്ളും. അല്ലേലിയ. അതെ, രാത്രി മാറി പകല് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും മാറ്റം നിങ്ങളെപ്പോഴും പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നു വരുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ആ ഒരു പ്രഭാതം ഉണ്ടാകണം. രക്തം ചെയ്യും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന മഹനീയമേറിയ ശുശ്രൂഷയെ ചുമൽക്കൊടുക്കുവാൻ ദൈവം എന്നെ നിങ്ങളും വിളിച്ച് വേർതിരിച്ച് ഈ ശുശ്രൂഷ ചെയ്യുവാൻ നമ്മെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവേശുള്ള ഭാവം ഉണ്ടായിരിക്കണം. എന്താണ് 1 പത്രോസ് ലേഖനം 4:1 പറയുന്നത്? എന്താണ്? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഇന്നത്തെ കാലഘട്ടം ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുള്ള പ്രസംഗമേ ഉള്ളൂ. ആ ഭാവം ആയുധമായി ധരിപ്പാൻ ആർക്കും കഴിയുന്നില്ല. ഇന്ന് സഭയ്ക്കകത്ത് രാഷ്ട്രീയമായി കസേരയ്ക്ക് വേണ്ടി കസേരകളി, ഓണത്തിന് കസേരകളി കളിക്കുന്നത് പോലെ, ഓണത്തിനെ പണ്ടൊക്കെ കസേരകളിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും ചെയ്യത്തില്ല കേട്ടോ. അന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അധികാരത്തിന് വേണ്ടി നേതൃത്വം നിലയിൽ കസേരകളി നടത്തുക, തമ്മിലടിക്കുക, ലേലിയ. നിങ്ങൾ മാനസാന്തരപ്പെടണം കേട്ടോ. നമുക്ക് നിത്യതയിൽ എത്തണം. അല്ലേലിയ. എന്തുകൊണ്ടാണ് തലമുറകൾ ദൈവത്തെ അനുസരിക്കുക? തലമുറ ഈ ലോകത്തിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്ക് ലഹരിക്കും അടിമപ്പെട്ട് തലമുറകൾ ദോഷമായ വഴിയിലൂടെ കടന്നുപോയി അവർ തെറ്റായ ജീവിതം നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മാതൃകയില്ലാത്ത ജീവിതം, ശുശ്രൂഷകന്മാരുടെ മാതൃകയില്ലാത്ത ജീവിതം. പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് തലചാടി പഠിക്കാൻ തുടങ്ങും. എങ്ങനെ പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് പ്രശ്നം ഞാൻ എപ്പോഴും പറയലേ, വാ വിളിച്ച നുണയും പറഞ്ഞ് കുറ്റവും പറഞ്ഞ് ഏഷണിയും പറഞ്ഞ് അടുത്ത ദൈവദാസന്റെ അടുത്ത സഭയുടെ അടുത്ത പുരോഹിതന്റെ അയൽവാസിയുടെ സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ അമ്മായിയമ്മയുടെ അപ്പന്റെ കുറ്റം പറഞ്ഞ് സഹോദരന്മാരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന നിനക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അർഹതയില്ല. നീ യഥാർത്ഥത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ, ശുശ്രൂഷ നിന്റെ ഉള്ളിൽ വെളിപ്പെടണമെങ്കിൽ അവന്റെ പ്രസാദമോ ജീവപര്യന്തമോ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പ്രസാദം നിന്റെ ഹൃദയത്തിൽ, നിന്റെ ജീവിതത്തിൽ ജീവപര്യന്തം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ശുശ്രൂഷ ചെയ്ത് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേലൂയ. ജീവിതമായിരുന്നു അത് തന്നെ. ജീവിതത്തിലും കർത്താവിന്റെ പ്രസാദം ജീവപര്യന്തം ഉണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുവിന്റെ പ്രസാദം ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തെ നിനക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നിന്റെ ജീവിതത്തെ നന്നായിട്ട് നീ പണിതുയർത്തണമെങ്കിൽ, ജീവിതത്തെ നന്നായി പണിതുയർത്തണമെങ്കിൽ, ജീവിതം നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ, നല്ല നിലയിലൂടെ കൊണ്ടുപോകണമെങ്കിൽ കർത്താവിന്റെ പ്രസാദം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്ന് താറുമാറായി മാറും. പ്രൈസലോ. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധിയിൽ കരച്ചിൽ പോകുന്ന രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. പ്രൈസലോ. ദൈവത്തിന്റെ ദയയെ പ്രവൃത്തിയിൽ കൂടി വെളിപ്പെടുത്തിയ അനവധി ആളുകളുണ്ട്. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനസ്സരിവ്, ക്രിസ്തുവേശുള്ള ഭാവം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ അനവധി ആളുകളുണ്ടെന്നേ. അല്ലേലിയ. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആരെയും കാണാനില്ല എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയ ഒരാളാണ് അന്യതെരോസ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ പുസ്തകത്തിൽ വായിച്ചത് കേട്ടോ. കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തിയ അതിശ്രേഷ്ഠത്തിൽ ഒരാളാണ് അന്യതെരോസ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ വ്യക്തി. ദൈവത്തിന്റെ ദയ എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതം മുഴുവനും സമർപ്പിച്ചു. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ മനസ്സരിവ് എല്ലാവർക്കും ലഭ്യമാകാൻ വേണ്ടി അന്യതെരോസ തന്റെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഹൃദയം സമർപ്പിച്ച ആരെങ്കിലും ദൈവസഭയിലുണ്ടോ? യേശുവിനോട് തന്നെ കൽപ്പനയിൽ ഏതാണ് പ്രധാനമെന്ന് ചോദിച്ചാൽ യേശു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സേവിക്കണമെന്ന് ആരാധിക്കണമല്ലേ നമ്മൾ കേട്ടില്ലേ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സ്നേഹത്തോടെ, പൂർണ്ണ ശക്തിയോടെ. നമ്മൾ മർക്കോസിലൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. മത്തായിലെ എല്ലാ സുവിശേഷത്തിലും ഉണ്ടത്.
നമുക്കതിനൊന്നും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അന്നാത്തറോസയെ പോലെ ക്രിസ്തുവേശുവിന്റെ സ്വഭാവം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒഴിഞ്ഞു വെക്കണം കർത്താവിന് വേണ്ടി. അന്നാത്തറോസ എന്താണ് ചെയ്തത്? എല്ലാവർക്കും ദയ ലഭിക്കാൻ വേണ്ടി കർത്താവിന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവരൊരു സന്യാസ ജീവിതം ഏറ്റെടുത്തു. ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് ലോക സന്തോഷങ്ങൾ അത്രയൊരു വെറുത്തു. ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവേശുവിന്റെ ഭാവം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മൾ വ്രതം എടുക്കുന്നത് പോലെ എടുത്ത് ലോക സന്തോഷം മുഴുവൻ നമ്മൾ ഉപേക്ഷിക്കണം. അന്നാത്തറോസ ലോക സന്തോഷം മുഴുവൻ ഉപേക്ഷിച്ച് ഒരു സന്യാസിയായി മാറിയതുപോലെ നമുക്കുമാകുവാൻ കഴിയണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുവാൻ മുമ്പോട്ട് വന്നു. മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ പോലെ തന്നെ കഷ്ടം സഹിക്കുന്ന അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അവർ മുന്നോട്ട് വന്നു. അവർക്കും എല്ലാവരെയും പോലെ വിവാഹം ചെയ്ത് കുടുംബമായിട്ട് ജീവിക്കാൻ കഴിയുമായിരുന്നു. അന്നാത്തറോസയ്ക്കും മറ്റുള്ളവരെ പോലെ വിവാഹം കഴിച്ച് മക്കളെയൊക്കെ പ്രസവിച്ച് നല്ല കുടുംബമായിട്ട് ജീവിക്കുവാൻ അവർക്കും കഴിയുമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്യാതെ എന്ത് ചെയ്തു? അവർ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ ജീവിതം ഒഴിഞ്ഞു വെച്ചു. അവന്റെ പ്രസാദമോ ജീവപര്യന്തമോ അന്നാത്തറോസയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രസാദമുണ്ടായിരുന്നു മരണം വരെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ പ്രസാദം നമ്മുടെ മരണം വരെ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. അനേക അനാഥാലയങ്ങളെ അവർ പണിതു. അന്നാത്തറോസ അനേക അനാഥാലയങ്ങൾ പണിതു. അമ്മയും അപ്പനും ഇല്ലാത്ത മക്കൾക്ക് ദൈവിക സ്നേഹത്തെ അമ്മയെ നൽകിക്കൊടുത്തു. വൃദ്ധസനങ്ങളെ അനവധി അവർ പണിതു. മരണാവസ്ഥയിലായിരിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്തു. ഹല്ലേലൂയ. അന്നാത്തറോസ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, അല്ലെങ്കിൽ കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് വേർതിരിച്ച മദർ തെരേസ ഒറീസയിൽ കുഷ്ഠരോഗികളെ പ്രവർത്തിച്ച ഗ്രാമങ്ങളിൽ വന്ന് പ്രവർത്തിച്ച സ്തോത്രം. അല്ലെങ്കിൽ ഗ്രഹാസ്റ്റേൻസും ഭാര്യയും മക്കളും സുവിശേഷ അന്നപ്പോത്തികളിൽ കർത്താവിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തറോസ അന്നപ്പോത്തി ആളുകൾ അനവധി പ്രവർത്തികൾ കർത്താവിന് വേണ്ടി ചെയ്തു. അനേകരെ ക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ചവരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ പകർന്നു കൊടുത്തു. ഹല്ലേലൂയ. അവരുടെ ലഭിച്ച ദയ ജീവിച്ചവർ എത്രയോ ലക്ഷക്കണക്കിനെന്ന് പറയാൻ പറ്റത്തില്ല. അന്നാത്തറോസയ്ക്ക് ലഭിച്ച കൃപയാൽ അവർ മുഖാന്തരം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്തവർ അനേകരാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഒരിക്കൽ ഞാനൊരു പുസ്തകത്തിൽ വീണ്ടും വായിച്ച അമേരിക്കയിൽ ഹിപ്പികളുടെ മഹാനാട് എന്ന് പറയുന്നൊരു പരിപാടി നടന്നു. അമേരിക്കയിൽ ഹിപ്പികളുടെ മഹാനാട്. പണ്ട് ഹിപ്പികൾ എന്ന് പറയുന്നൊരു നല്ലതായിരുന്നു. എല്ലാ ആണുങ്ങളെല്ലാം ഭയങ്കര ഹിപ്പികളായി മുടിയൊക്കെ വളർത്തി നടക്കുന്ന ഒരു കാലഘട്ടം. എന്ന് പറയുന്നത് ഹിപ്പികളുടെ നാട്, ഒരു മഹാനാട്. അന്ന് അതിൽ അനവധി മാതാപിതാക്കന്മാരുടെ ആലോചനകൾ കേൾക്കുവാൻ വേണ്ടി ആഗ്രഹിക്കാത്ത യുവാക്കൾ കടന്നു വന്നു. അമേരിക്കയിൽ ഹിപ്പികളുടെ മഹാ ഉത്സവം നടക്കുമ്പോൾ അനവധി യുവാക്കന്മാർ പങ്കെടുത്തു. മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കേൾക്കുവാൻ കഴിയാതെ അവർ വ്യതിചലിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഈ തലമുറ എന്താണ് പറഞ്ഞത്? യുവാക്കന്മാരെ, ഞങ്ങൾക്ക് തലമുടി നീട്ടുന്നതിനകത്തും നഖം നീട്ടുന്നതിനകത്തും മുഖം ക്ഷവരം ചെയ്യാതെ നടക്കുന്നതിനകത്തും ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തില് തലമുടി വെട്ടണ്ട, നഖം മുറിച്ച് കളയണ്ട, സ്തോത്രം. കൈ നഖമെല്ലാം നീട്ടി അതെല്ലാം ഈ സ്കൂട്ടസ് കൈയിലെ നഖത്തിലും കാലിലെ വിരലൊക്കെ ഇട്ട് മൈലാഞ്ചിയൊക്കെ പുരട്ടി നടക്കുന്ന അനവധി യൗവനക്കാർ ദൈവസഭയ്ക്കകത്തുണ്ട്. തലമുടി നീട്ടി വളർന്ന ആണുങ്ങൾ. ഹല്ലേലൂയ. കൈ മുഴുവൻ നഖം കണ്ട സാത്താന്റെ നഖം പോലെ, സാത്താന്റെ കൈവിരലിൽ നഖം വളർത്തിയ സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന അനവധി പൈശാചിക ശക്തികൾ. കൈ സ്ക്യൂട്ടച്ചും ഒക്കെ ഇട്ടിട്ട് കാലിൽ മൈലാഞ്ചിയൊക്കെ തേച്ചിട്ട് വന്നിരിക്കുന്നവർ. അപ്പൊ അവര് പറയും, ഹിപ്പികളുടെ സമ്മേളനം നമ്മൾ പറയാം, ഞങ്ങൾ മുടി വളർത്തുന്നത് കൊണ്ടും ഞങ്ങളുടെ കൈനകം നീട്ടുന്നത് കൊണ്ടും ഞങ്ങളുടെ മുഖത്ത് ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടും ഞങ്ങളുടെ കൈകാലിൽ ഞങ്ങൾ സ്ക്യൂട്ടച്ച് ഇട്ടത് കൊണ്ടും ഹല്ലേലൂയ ഞങ്ങൾ ക്ഷൗരം ചെയ്യാതെ ഞങ്ങൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഹിപ്പികൾ പറയുക. ഞങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടെന്നേ. ഇന്നത്തെ തലമുറയാണല്ലേ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ വേണേ പല്ല് തേക്കും, ഞങ്ങൾ പല്ല് തേച്ചാലും തേച്ചില്ലേ നിങ്ങൾക്കെന്താ, ഞങ്ങൾ കുളിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെന്താ, ഞങ്ങൾ വസ്ത്രം മാറിയില്ലെങ്കിൽ നിങ്ങൾക്കെന്താ, ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നേ. ഇന്നത്തെ കാലങ്ങളെല്ലാം സ്വാതന്ത്ര്യം സർക്കാരും കൊടുത്തു. അതുകൊണ്ട് ലോകം അതം പതിച്ചു.
ഇന്ന് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുവാൻ, ഇഷ്ടമുള്ളതുപോലെ നടക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇത് ലോകം നശിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ പോലീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പേടി. എന്റെ കാലഘട്ടത്തിൽ പോലീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഓടുമെങ്കിലും ഭയങ്കര പേടിയാണ്. പോലീസ് എന്ന് പറയുമ്പോൾ കടക്കാൻ വേണ്ടി കിടക്കും. അന്ന് ഓടിയ നാട്ടിൽ പുല്ല് പോലും കാണത്തില്ല പോലീസ് വരുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ നാട്ടിൽ ചോദിച്ചാൽ, നാട്ടിൽ നിന്ന് ജീവിച്ച് പോലീസുകാർ അവിടെയൊക്കെ കാണും, അവർ ചോദിച്ചാലും പറയും ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇന്ന് പോലീസ് എന്ന് പറയുമ്പോൾ എന്താ, പോലീസ് എന്ന് പറയുമ്പോഴത്തേന് അവരെ അംഗീകരിക്കാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവർക്ക് നിയമം നടത്താൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് കൊടുക്കേണ്ട, അവരിട്ടിരിക്കുന്ന യൂണിഫോമിന് കൊടുക്കാത്ത, നിയമത്തെ വില കൊടുക്കാത്ത അനവധി ആളുകൾ അവർക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി. നിയമം അനുകൂലമായി അഥവാ പോലീസ് പ്രതികരിച്ച് അവരുടെ നടപടിയെ അവരെ വീട്ടിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് ഈ രാജ്യം അസ്തമിച്ചു പോയി. ഞങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യമുള്ളതേ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവൻ രണ്ട് ചിന്താവ വിളിച്ച് റോഡിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ ഓർക്കുന്നേ അവൻ രാജ്യം ഭരിക്കുന്നവനാണെന്നാ. അല്ലേ? എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ടവൻ. എന്താ പറയുക, ക്രിസ്തുവിന്റെ പ്രസാദം, അവന്റെ പ്രസാദമോ ജീവപര്യന്തം, ദൈവത്തിന്റെ പ്രസാദം ഹൃദയത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയവൻ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അവനെ നടത്തുന്നത് സാത്താനാ. ലേലിയ, നീ മുടി നീട്ടിക്കോ എന്ന് നിന്നോട് പറയാൻ സാത്താനാ. നിന്റെ കൈനകം നീട്ടിക്കോ എന്ന് പറയുന്നത് സാത്താനാ. നിന്റെ കൈനകത്തിലും കാലിനകത്ത് സ്കൂട്ടർ ചുറ്റോ എന്ന് പറയുന്നത് സാത്താനാ. നിന്റെ കാലിൽ ചരട് കെട്ടിക്കോ, നിന്റെ കാലിന്റെ വിരലെ മുഴുവൻ മോതിരവിട്ടു, കൈ വിരലെ മുഴുവൻ മോതിരവിട്ടു, കാതി മുഴുവൻ കുണുക്കനിട്ടു എന്നൊക്കെ പറയുന്നത് സാത്താനാണ്. അല്ലേരിയ, ദൈവം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വേദപുസ്തകത്തിലൂടെ നിങ്ങൾ വായിച്ചു നോക്കാം. അല്ലേരിയ. അപ്പോൾ ഞങ്ങൾക്കെല്ലാത്തിനും അതിന് അവകാശമുണ്ട്. ഞാനും ഞങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം. ഞങ്ങളെ കുളിപ്പിക്കാൻ ആര് വരും, ഞങ്ങളെ പഠിപ്പിക്കാൻ ആര് വരും? ഈ കാലഘട്ടം അങ്ങനെയല്ലേ. അപ്പനും അമ്മയും മക്കളെ സാധിച്ചു നിങ്ങളെല്ലാം ചോദിക്കുക, നിങ്ങൾക്കാണ് എന്നെ പറയേണ്ട കാര്യം. ഞങ്ങൾ പ്രായമായി, ചെറിയ കുട്ടികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രായമായി പാസ്സായി, ഇനി ഞങ്ങളെ അപ്പനും അമ്മയും നിയന്ത്രിക്കുക, ഞങ്ങൾക്ക് എല്ലാം നടത്താൻ അറിയാവുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അബ്രഹാമിനൊരു മകനുണ്ടായിരുന്നു. അബ്രഹാമിനൊരു മകൻ, ഉറ്റമകൻ ഇസഹാക്ക്. ഈ ഇസഹാക്ക് ഒരിക്കലും അപ്പനോട് അബ്രഹാമിനോട് പറഞ്ഞില്ല, ഞാൻ മുടി നീട്ടും, മീശ വളർത്തും, മുഖത്തിന്റെ രൂപം മാറ്റും, കൈനകം നീട്ടും, സൂട്ട ചാന്നുണ്ടോ ഇല്ല, അല്ലേ അന്ന് എന്തെങ്കിലും ചുവപ്പ് അതുണ്ടോ അത് ഇടും, ഞാൻ കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, വസ്ത്രം മാറത്തില്ല, എനിക്ക് ഇഷ്ടംപോലെ നടക്കും, ഇഷ്ടംപോലെ ജീവിക്കുന്ന അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ദൈവസഭയ്ക്കകത്തുള്ള നീ പറയുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരുടെ, നീ മാതാപിതാക്കളെ അനുസരിക്കാതെ, അപ്പരെ അമ്മയെ അനുസരിക്കാതെ നീ ദൈവത്തിന് വിരുദ്ധമായി നടക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലിരിക്കുന്ന ഭൂതം എത്ര വലുതാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന ഭൂതം എത്ര വലുതാണ്. നീ സഭയ്ക്കകത്ത് വന്ന് ഞങ്ങൾ മൊബൈൽ നോക്കും, ഞങ്ങൾ സിനിമ കാണും, ഞങ്ങൾ സീരിയൽ കാണും, ഞങ്ങൾ മെസ്സേജ് അയക്കും, ഞങ്ങൾ വാട്സപ്പ് ഇറക്കി നോക്കും. പാസ്സാരാ ചോദിക്കാൻ? നിന്റെ ഉള്ളിൽ യഥാർത്ഥ പിശാചായിരിക്കുന്നത്. നിന്റെ ഉള്ളിൽ യഥാർത്ഥ പിശാച. നീ ദൈവത്തിൻ്റെതല്ല ചിന്തിക്കുന്നത്, നീ സാത്താനുള്ള ചിന്തിക്കുന്നത്. യേശു പത്രോസിനെ പറഞ്ഞു, നീ ദൈവത്തിൻ്റെതല്ല, നീ സാത്താൻ്റെതാ ചിന്തിക്കുന്നത്. നിന്നെയൊക്കെ അടിച്ച് പുറത്തിറക്കേണ്ട സമയം കഴിഞ്ഞു. പ്രൈസലോ. സഭയ്ക്കകത്ത് വന്ന് മൊബൈൽ കളിക്കാൻ, സഭയ്ക്കകത്ത് വന്ന് ഫോൺ വിളിക്കാൻ, സഭയ്ക്കകത്ത് വന്ന് മെസ്സേജ് അയക്കാൻ, പ്രേമലേഖനം അയക്കാൻ, നീയൊക്കെ സഭയ്ക്കകത്ത് കടന്നു വരിക. പ്രൈസലോ. നിനക്കൊക്കെ ആരാ അധികാരം തന്നതിന്? ഇത് എവിടുന്ന ദൈവത്തിന്റെ വചനം പഠിച്ചത്? എന്റെ സഭയുടെ പുരോഹിതൻ, എന്റെ സഭയുടെ ശുശ്രൂഷകൻ സഭയ്ക്കകത്തിരുന്ന് ശുശ്രൂഷ ഫോൺ വിളിക്കുന്നത്. അല്ലേലിയ. മാനസാന്തരത്തിൽ മടങ്ങുക ദൈവദാസനെ. അവന്റെ കോപം ക്ഷണനേരത്തേക്കുള്ള അവന്റെ പ്രസാദവും ജീവപര്യന്തമുള്ളത്. കർത്താവിന്റെ പ്രസാദം ജീവപര്യന്തന്റെ ഹൃദയത്തിനുണ്ടാകത്തുണ്ടെങ്കിൽ നീ ശുശ്രൂഷയ്ക്ക് വില കൊടുക്കും. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുന്ന റോമാലേഖനം 12:1 വായിക്കുന്നത്. ഈ ലോകത്തിന് അനുപരായിത്തീർന്ന നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗത തിരിച്ചറിഞ്ഞ് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണമെന്ന് ഹല്ലേലൂയ വചനം പറയുക. സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ രണ്ട് തരത്തിലാണ്. കാരണം ചില ഇടയന്മാരും വിശ്വാസികളുടെ ഭയങ്കര ലവാണ്. നിങ്ങൾക്കറിയാവട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. അതുകൊണ്ട് വചനം യഥാർത്ഥത്തിന്റെ വിശുദ്ധി പ്രസംഗിക്കാൻ പറ്റത്തില്ല. അല്ലേ? ചിലര് അല്ലയോ സഭയ്ക്കകത്ത് ചില പാസ്റ്റർമാർ പറഞ്ഞല്ലേ, അച്ചായൻ നമ്മുടെ സഭയ്ക്ക് വേണ്ടി, അമ്മാമ്മ നമ്മുടെ സഭയ്ക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അച്ചായനെ വേദനിപ്പിക്കുക, അമ്മാമ്മയെ നോവിക്കരുത്, എനിക്കൊരു വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങ് അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ അച്ചായന്റെ വീട്ടിൽ അമ്മാമ്മയുടെ വീട്ടിൽ പോയി കിടക്കുന്നത്. അതുകൊണ്ട് അമ്മാമ്മയെ അച്ചായനെ സോപ്പിട്ട് ശുശ്രൂഷിക്കുന്ന, തേൻ ശുശ്രൂഷിക്കുന്ന അനവധി ശുശ്രൂഷകന്മാർ അല്ലേ സഭയ്ക്കകത്തുണ്ട്. അത് കണ്ടാണ് നിന്റെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് മക്കൾ നീ പറയുന്നത് നിൽക്കത്തില്ല. അവനാ അവനെ പറയുന്നത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് നടക്കുമെന്ന്.
പ്രൈസലോ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുടെ കണ്ണിനെ തോട്ടരികത്തെ കാക്ക കുത്തിപ്പറിച്ച് കളയുമെന്ന് ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. വിശുദ്ധ ജീവിതം നയിക്കണം. പ്രൈസലോ. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ള ദൈവത്തിന്റെ പ്രസാദം ജീവപര്യന്തന്റെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പൊ ഈ അമേരിക്കയിൽ ഹിപ്പികളിലെ ഈ നാട് ഇത് നടന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നടക്കുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തലമുടി വെട്ടുക, തലയിൽ ഊന്തിനെ വെട്ടുക, പഴുതാരം വെട്ടുക, തലയിൽ കത്രിക വെട്ടുക, സ്റ്റാർ വെട്ടിവെക്കുക, 666 വരച്ചു വെക്കുക തലയിൽ. ഈ തലയിൽ എന്തെല്ലാം കൂടി ബാർബർഷോപ്പിൽ ഇന്നാ എന്ത് വേണമെങ്കിലും തലയിൽ കാണിച്ചു വെക്കും. എന്താണെന്ന് ഇത് അത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ. അങ്ങനെ ചെയ്ത ചില കുട്ടികൾ സ്കൂളിൽ ചെന്നപ്പം തലമുടി നന്നായിട്ട് വെട്ടിയിട്ട് സ്കൂളിൽ വരാൻ പറഞ്ഞതിന്റെ പേരിൽ എത്രയോ സ്കൂളുകൾക്കെതിരെ പേരൻസും നാട്ടുകാരും വിഷയമുണ്ടാക്കിയ ടീച്ചർമാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ കണ്ടില്ലേ? തലമുടി വെട്ടി നേരെ വരാൻ പറഞ്ഞതിന് എന്തെല്ലാം പ്രശ്നങ്ങൾ. തലമുടി നന്നായിട്ട് വെട്ടി മാന്യമായി വസ്ത്രം ധരിച്ച് വരാത്തവനെ സ്കൂളിൽ പോലും ഇരുത്തരുത്. സ്കൂൾ എന്തായാലും അതിന് ശക്തമായ നിലപാട് ചെയ്തിരിക്കണം. മാന്യമായ രീതി സ്കൂളിൽ വരട്ടെ. മാന്യമായി ഇവിടെയൊക്കെ വളർത്തുന്നതിന്റെ മാതാപിതാക്കള് തലയിൽ ഊന്നിനെയും പഴുതാനെയും പാമ്പിനെയും മുടിക്കകത്ത് വെട്ടിവെച്ചിട്ടാണ് വരുന്നത്. ആ രൂപം വെട്ടിവെച്ചിട്ടാണ് വരുന്നത്. ഹല്ലേലൂയ. മാനസാന്തരമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടില്ലേ എല്ലാവരും യശോധം. ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്രായത്തിന് ട്രൗസറൊക്കെ ഇടുമായിരുന്നു, ചെറിയ നിക്കറേ. ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോയി നിക്കറിട്ടുണ്ടോ. ഇന്നത്തെ കാലത്ത് പാൻറ്റായി നിക്കറ. അന്ന് ചെറിയ നിക്കറ. അന്നത്തെ ഒരു രീതി അതാണ്. പക്ഷെ ഈ കാലഘട്ടം മാറി, മനുഷ്യരുടെ സംസ്കാരം മാറി, ജീവിത രീതി മാറി, പിള്ളേരുടെ സ്വഭാവങ്ങളൊക്കെ മാറി, മനുഷ്യർക്കെല്ലാം ഈ സോഷ്യൽ മീഡിയയൊക്കെ വളർന്ന പാപത്തെക്കുറിച്ച് വളരെ ബോധ്യം വന്നപ്പോൾ നമ്മൾ ശരീരത്തെ നഗ്നതയെ മറയ്ക്കുന്ന വസ്ത്രമാണായാലും പെണ്ണായാലും വലിയ. പക്ഷെ ഇന്നിപ്പോ ഇത് പണ്ടത്തെ പോലെ പണ്ട് ട്രൗസർ ഇട്ട് പണ്ട് അടിവസ്ത്രം ഇടുന്നതിന് തുല്യമായിട്ട് ധരിച്ചിരുന്ന പലരും ഇന്ന് ഈ ട്രൗസറാന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടുകൊണ്ട് റോഡ് നടക്കുന്ന കാണാൻ കഴിയും. ലജ്ജയല്ലേ? നാണമില്ലേ സഹോദര സൗകര്യ നിനക്ക്? വിശ്വാസികളുടെ ചോദിക്കും, നിന്റെ മക്കളെ ആ രീതി പറഞ്ഞു വിടാൻ നിനക്ക് നാണമില്ലേ? ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ജീവിക്കുമെന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ നടക്കുമെന്ന്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പറയും. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ സ്തോത്രം, അന്ന തെറോസ എന്ന് പറയുന്ന ആ സഹോദരി തന്റെ ജീവിതം മുഴുവൻ സാധാരണക്കാർക്ക് വേണ്ടി മാറ്റിവെച്ച് ക്രിസ്തുവേശുവിന്റെ പ്രസാദം ജീവപര്യന്തം വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ക്രിസ്തുവിന്റെ ദയയെക്കുറിച്ചും കരുണയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുവാൻ അവർ സന്യാസ ജീവിതം ഏറ്റെടുത്തിട്ട് അനവധി അനാഥ മന്ദിരങ്ങളും വൃത്തസദനങ്ങളും പ്രായമായവരെയും രോഗികളൊക്കെ കടന്നുപോയി ശുശ്രൂഷിച്ച അനവധി ആളുകളെ അന്ന തെറോസ, മദർ തെരേസ അടക്കമുള്ളവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ശ്രോതാവേ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മളതിന്റെ ഒരു 100% എത്തില്ലെങ്കിൽ ഒരു 99% നമ്മൾ എത്തി നിൽക്കണ്ടേ? ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ, അന്ന് എന്ത് ചെയ്തു? അന്ന് ഈ ഹിപ്പികളുടെ വലിയ ആ സമ്മേളനം നടന്നപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കാതെ അവർക്ക് ഇഷ്ടമുള്ളത് നടക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അന്ന് പുരോഹിതന്മാരെല്ലാം കൂടെ ഹിപ്പികളെ പരിഹസിച്ച്, അന്നത്തെ പുരോഹിതന്മാർ അമേരിക്കയിൽ അന്ന് പുരോഹിതന്മാരെല്ലാം കൂടെ ഒന്നിച്ച് ഹിപ്പികളെ പരിഹസിച്ച് ശാസിച്ചു. അവരെ എതിർത്ത് അല്ലെങ്കിൽ അടിച്ചു തുരത്തി ഓടിച്ചെന്നുള്ളതാണ്. അന്നത്തെ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ചരിത്രം നിങ്ങൾ വായിച്ചു കേട്ടോ. അവർ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവിക്കണം. അന്നത്തെ പുരോഹിതന്മാരെല്ലാം കിട്ടി എഴുന്നേറ്റ് ഹിപ്പികളെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ജീവിക്കുമെന്ന് പറഞ്ഞ പരിഹസിച്ച് അടിച്ച് ദൂരത്ത് ഓടിച്ചു. ഈ കാലഘട്ടത്തിൽ അതാ വേണ്ടത്. ഹല്ലേലൂയ. യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ആടുകളെയും പ്രാവുകളെയും മാടിനെയും വിൽക്കുന്ന പൊന്മാടുവെക്കാരുടെയൊക്കെ ആ രീതി കണ്ടിട്ട് ചമ്മട്ടി ഉണ്ടാക്കിയിട്ട് അവരുടെ പീഠങ്ങളെയൊക്കെ മറച്ചു കളഞ്ഞ് അവരെ ആലയത്തിൽ പുറത്താക്കിയതുപോലെ ഈ കാലഘട്ടത്തിൽ ചെല്ലയൊക്കെ പുറത്താക്കണം. കണ്ണിൽ ശുശ്രൂഷയ്ക്കകത്ത് കാണിക്കുന്ന കോലാകാലം കണ്ടില്ലേ? നമ്മുടെ ജീവിതം വിശുദ്ധി. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാ. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം. രക്തം ചെയ്യണം. നമ്മൾ യേശുവിന്റെ ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരിക്കണം. രക്തം ഈ ഭൂമിയിലെ ജീവിതം നല്ല ശ്രേഷ്ഠതാണ്. നമ്മൾ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കണം. ഈ ഭൂമി ജീവിച്ച അവസാനം നിത്യ നരകത്തിലേക്ക് നീ പോകാതെ ഹല്ലേലൂയ ഈ ഭൂമി ജീവിച്ച സ്വർഗരാജ്യത്തിൽ നീ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കഷ്ടം സഹിക്കേണ്ടി വന്നാലും, നൊമ്പരപ്പെടേണ്ടി വന്നാലും, നിന്ദകൾ സഹിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ മാതൃക, ക്രിസ്തുവിന്റെ ഭാവം നിന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകാതെ നീ മാനസാന്തരപ്പെട്ട ജീവിത വിശുദ്ധിയോടെ ജീവിക്കണം.
രക്തം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ദൈവമായിട്ട് വലിയ ബന്ധമുണ്ടാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവായിട്ടായിരിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ ശാപങ്ങളെ മാറ്റുവാൻ, നമ്മുടെ രോഗങ്ങളെ മാറ്റുവാൻ, നമ്മളെ ബന്ധനത്തിൽ വിടുവിച്ച് നമ്മളെ സ്വതന്ത്രമാക്കി എടുക്കാൻ വേണ്ടി സ്വർഗരാജ്യം വിട്ട് ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരുത്തുന്ന പരമയാഗമായി മാറിയ യേശുക്രിസ്തുവിനെ വേണം നമുക്ക് കൂട്ടായിട്ട് സ്വീകരിക്കുവാൻ. നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ വിലയ്ക്ക് വാങ്ങി, ലോകത്തിന്റെ വിലയ്ക്ക് വാങ്ങിയവൻ. ലോകത്തിന്റെ വിലയ്ക്ക് വാങ്ങിയത് വെള്ളിയോ പൊന്നോ ഒന്നും കൊടുത്തിട്ടില്ല, അവന്റെ ചോര കൊടുത്തിട്ടാണ് നിന്നെ വിലയ്ക്ക് വാങ്ങിയത്. പിശാചിന്റെ കയ്യിൽ, പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന, പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നിന്നെ വിലയ്ക്ക് വാങ്ങിയത് ഈ ലോകത്തിന്റെ വെള്ളി പൊന്നൊന്നും കൊടുത്തിട്ടില്ല, അവന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നിന്നെ. അല്ലേ? യേശുവിന്റെ രക്തം കൊടുത്ത് നിന്നെ വാങ്ങി. അല്ലേ? അതുകൊണ്ട് ഒന്നുകൂടി നിന്നെ 6:19 വായിച്ച് നമുക്ക് കാണുക, ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വം നിങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേ? മാനസാന്തരം പടക്കി വരണം. പ്രൈസ്. അപ്പൊ അല്ലെങ്കിൽ ഇവിടെ അല്ലയോ യേശു ക്രിസ്തു, അല്ലരിയ പ്രൈസറോ, നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അന്ന് അമേരിക്കയിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശുവിന്റെ അരികിൽ വന്നവരെയെല്ലാം യേശു മഹാമനസ്കതയോടുകൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. അല്ലെ? യേശുവിന്റെ അരികിൽ വന്നവരെല്ലാം വളരെ മഹാമനസ്കരന്മാര് വചനം പറഞ്ഞ് പഠിപ്പിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ദൈവത്തിലേക്ക് നടത്തി. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പാപിയും മാനസാന്തരപ്പെടുത്താൻ കഴിയും. ഏത് പാപിയും മാനസാന്തരപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും സുബിച്ചേട്ടൻ പറയുമ്പോൾ ഒരു സൗകര്യം, എൻ്റെ പാസ് 27 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 27 വർഷമായി കല്യാണം കഴിഞ്ഞ് ചില നാളുകളായിട്ട് ഭർത്താവ് ഭയങ്കര മദ്യപാനം തുടങ്ങി, ചെയ്യുന്നതെല്ലാം കുറ്റമായിട്ട് തോന്നാൻ തുടങ്ങി. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പം, ചോദിച്ചു നോക്കിക്കഴിഞ്ഞപ്പം അതിന്റെ കാര്യാദികൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മാത്രം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഒരു മാനസാന്തരം ദൈവം തരും. അവരത് വിശ്വസിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്റെ സൗകര്യം, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു തരികടയായിട്ട് ജീവിച്ച വ്യക്തിയാണ്. എന്നെക്കുറിച്ച് എന്റെ നാട്ടിലേക്ക് വിളിച്ചു പോയി, ഞാൻ ഏറ്റവും വലിയൊരു തരികടയായിട്ടുള്ള പറഞ്ഞാൽ ഈ തറയെന്നും ചന്തയെന്നൊക്കെ അങ്ങനെ ജീവിച്ച, എനിക്കത് പറയുന്ന ലക്ഷ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ജീവിച്ച നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ച് അവർ പറയും, എന്റെ നാട്ടുകാർ പറയും. ആ അനുഭവത്തെ എന്നെ വിളിച്ച് വേർതിരിച്ച് ക്രിസ്തുവിന്റെ പ്രസാദം ജീവപര്യന്തം എന്റെ ഉള്ളിൽ തന്ന് എനിക്കൊരു മാറ്റം തരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലർക്കും മാറ്റം തരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലേ? ഞാനൊരു പാപമായ മനുഷ്യനല്ലായിരുന്നു, ഒരു പാപമായ മനുഷ്യനല്ല, ഞാൻ പാപിയായവനായിരുന്നു. പാപിയായി എന്നെ സ്നേഹിച്ച് അവന്റെ പ്രസാദം എന്റെ ഉള്ളിൽ തന്നു. അവന്റെ കോപം ക്ഷമത, എന്നോടുള്ള കോപം നേരത്തേക്കുള്ള കർത്താവ് പറഞ്ഞു, അവന്റെ പ്രസാദ ജീവപര്യന്തം എന്റെ ഉള്ളിൽ തന്നു. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത് കേട്ടോ. ലേലി, നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളൊരു പറയും. അതുകൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ പ്രസംഗം ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്താ? എൻ്റെ ജീവപര്യന്തം മരണം വരെ അവന്റെ പ്രസാദം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നുള്ള പ്രൈസറോ. അതിനുവേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. ക്രിസ്തുവിന്റെ പ്രസാദം എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകും. ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നതിന് വരെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസാദം എൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടി ക്രിസ്തുവിന് വേണ്ടി എന്തും ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ്. നാൾത്തോറും അവന്റെ ക്രൂശെടുത്തി അവനെ അനുഗമിക്കാനും തയ്യാറാണ്. നിങ്ങൾക്കതിന് കഴിയുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അരികിൽ വന്നവരെ എല്ലാം യേശു എന്ത് ചെയ്തു? സ്വീകരിച്ചു. അതുകൊണ്ടാണ് വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ, ഹല്ലേലൂയ, പരീശന്മാർ, ഹല്ലേലൂയ, ഒരു കൂട്ടം ആള് യഹൂദന്മാർ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 8 അവർ യേശു ഗുരുവേ, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? ഹല്ലേലൂയ. ഇവൾ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചത് ഇവളെ. മോശയുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന നീ എന്തു പറയുന്നു? ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു അതെല്ലാം കേട്ട് ആമേൽ കുനിഞ്ഞ് നിലത്ത് വിരലുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. അവസാനം തരന്നു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. ബാലവൃത്തം കുഞ്ഞുകുട്ടികളടക്കം കല്ല് വിട്ടിട്ട് കടക്കാൻ വഴി കടന്നു. ഓടി നാട്ടി പുല്ലില്ലെന്ന് പറഞ്ഞാൽ അവർ കടക്കാൻ വഴി കടന്നതാണ്. അപ്പൊ യേശുവോട് പറഞ്ഞു, ഇനി നീ പാപം ചെയ്യരുത്. അവൾക്കൊരു ഉപദേശം കൊടുത്തു വിട്ടു. അതെ, അതുപോലെ ശാന്തമായി സുവിശേഷം പറഞ്ഞു കൊടുത്ത് നമ്മുടെ തലമുറയെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ സഹോദരങ്ങളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ കർത്തവ്യമാണ്.
പിന്നെ ചിലതൊക്കെ പറഞ്ഞാൽ അനുസരിക്കാത്തതുണ്ട് കേട്ടോ. ചിലതൊക്കെ എത്ര പറഞ്ഞാൽ അനുസരിക്കാത്തതുണ്ട്. അല്ലേലിയ. ചിലതൊക്കെ എത്ര പറഞ്ഞാൽ അനുസരിക്കത്തില്ല. അല്ലേലിയ. അവർ പറയും ചേരെ തിന്ന നാട്ടിൽ നിന്ന് ചേരയുടെ നടുപൊടി തിന്നണം, നായ് വിടുമ്പോ അതൊക്കെ പറയാറുണ്ട്. അല്ലേലിയ. ചിലരൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരൻ കേട്ടോ, അമല്യ, അവരിന്ന് കഠിനമായിട്ട് പെന്തക്കോസുകാരെ കാണുമ്പോൾ ചീത്ത വിളിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കും പെന്തക്കോസുകാരെ. അതിലൂടെ ആ കുടുംബം തകർന്ന് തരിപ്പണമായി. അല്ലേലിയ. ക്രിസ്തു ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് സോദരം അല്ലയ, അത് തകർന്ന ജീവിതമാണ്, നരക ജീവിതമാണ്. യേശു നിന്റെ ജീവിതത്തിലുണ്ടോ? അല്ലേലും നിന്റെ ജീവിത സമാധാന സമൃദ്ധിയിലേക്ക് എത്തും. രക്തം ചെയ്യാം. പ്രൈസലോ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ നിന്റെ ഹൃദയത്തിൽ അവന്റെ പ്രസാദം ജീവോരിത്വമായിരിക്കണം. ഒരു ക്രൈസ്തവൻ കള്ളു കുടിക്കാൻ പാടില്ല. ഒരു ക്രൈസ്തവൻ കള്ളു കുടിക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, ലഹരികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു ക്രൈസ്തവൻ ചീത്ത പറയാൻ പാടില്ല, അടിപിടി ഉണ്ടാക്കാൻ പാടില്ല. ക്രൈസ്തവൻ വ്യഭിചാരത്തിന് പോകാൻ പാടില്ല. അല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനി അല്ല, മറ്റെന്തോ നീ. അല്ലേലൂയ. നീ കള്ളുകുടിക്കുകയും വീടി വലിക്കുകയും മുറുക്കാങ്ങുകയും പുകവലിക്കുകയും മയക്കുമരുന്ന് തിന്നുകയും എല്ലാ ചീട്ടുകളിക്കുകയും ചൂതാട്ടം എല്ലാ അശ്ലീലമായ കാര്യങ്ങളും എല്ലാ ജനികമായ ജീവിതം ചെയ്യുന്നുണ്ടെങ്കിൽ നീ ക്രിസ്ത്യാനി അല്ല കേട്ടോ. അല്ലേലൂയ. നിനക്ക് വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം. രക്തം ചെയ്യും. കർത്താവിന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് ക്രൈസ്തവ വിശ്വാസികളും പറയട്ടെ, നീ കർത്താവിന്റെ പ്രസാദം ജീവപര്യം നിന്റെ ഉള്ളിലുണ്ടാകും. അത് പ്രകടമാക്കി കാണിക്കണം. ഹല്ലേലൂയ. അന്ന തെറോസ, ഹല്ലേലൂയ, ആ സഹോദരത്തിന്റെ ജീവിതത്തെ സന്യാസ ജീവിതത്തിൽ നയിച്ചു കൊടുത്തതുപോലെ. നിങ്ങൾ ഈ അന്നമ്മ മാമനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അന്നമ്മ മാമൻ ക്രിസ്തുവിന് വേണ്ടി ഒരു ജീവിതം ത്യജിച്ചാണ്. നല്ലൊരു കുടുംബത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന്റെ പേരിൽ അന്നപ്പോത്തി ഉപദ്രവങ്ങൾ, പീഡകൾ, നിന്ദകൾ, അപമാനങ്ങൾ, അടികൾ ഏറ്റത് ആ സഹോദരി. ആ സഹോദരി നല്ല പാട്ടൊക്കെ പാടി യാത്ര ചെയ്യും. ഞാൻ ക്രൂശിയെ നോക്കിയുള്ള പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലേ? ആ പാട്ടാന്ന് തോന്നുന്നു. ലേലിയ. സ്തോത്രം. അത് നമ്മള് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കണം. അല്ലേലിയ. ഞാൻ ഇന്നലെ പറഞ്ഞു, അല്ലേലിയ. സ്തോത്രം. സബീന ഉംബ്രാനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. പ്രൈസണം. നീ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണെങ്കിൽ, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളാണെങ്കിൽ നിന്റെ ഹൃദയത്തിൽ പാപം വസിക്കത്തില്ല. അല്ലേലിയ. പാപത്തിന് ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് എബ്രായലേഖനം പറയുന്നുണ്ട്. അതുകൊണ്ട് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നീ എതിർത്ത് നിൽക്കണം. പാപം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വരരുത്. ഹല്ലേലൂയ. ഒരു പാപിയായി ജീവിക്കാൻ പാടില്ല. നീ കർത്താവിന്റെ പ്രസാദന്റെ ഹൃദയത്തിൽ വന്ന് നീ ദൈവത്തിന്റെ ബദലായി ജീവിക്കണം. അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അവന്റെ പ്രസാദം നിന്റെ ഹൃദയത്തിൽ വന്നാൽ നിന്റെ ജീവിതത്തിന്റെ, നിന്റെ കുടുംബത്തിന്റെ, തലമുറയുടെ ഇരുളും മാറും. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്തെ മദ്യക്കുപ്പി നീ എടുത്ത് പുറത്തെറിഞ്ഞ് കളയണം. ഹല്ലേലൂയ. നീ വാങ്ങി വരിക്കാൻ വെച്ച് സിഗരറ്റിനെ വീടികളെ ഒക്കെ എടുത്ത് നീ പുറത്ത് കളയണം. നിന്റെ പോക്കറ്റ് സൂക്ഷിച്ച തമ്പാക്ക്, ഹല്ലേലൂയ, ആ ലഹരി, ആ സാധനം കൈകൊണ്ട് ഉരുട്ടി തേച്ച് നാക്കിനിടെ അതിനെ നീ എടുത്ത് പുറത്തെറിയണം. പ്രൈസറോ. മാനസാന്തരം ആവശ്യം. ഹല്ലേലൂയ. കുറെ പണമുള്ളത് കൊണ്ടും കുറെ വിദ്യാഭ്യാസമുള്ളത് കൊണ്ടും കുറെ പണമുള്ളതുകൊണ്ട് വിദ്യാഭ്യാസവും നല്ല പേരുള്ളതും പാരമ്പര്യമുള്ളതും ചില ചങ്ക് വിരിച്ച് നടന്നുകൊണ്ടൊന്നും നീ സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. കഴിവുണ്ട്, വാചാനതയുണ്ട്, നല്ല പ്രാസവും സംസാരിക്കാനൊക്കെ അറിയാം. ദൈവരാജ്യത്തിന്റെ പടി പോലും നീ കാണത്തില്ല. ദൈവരാജ്യത്തിലെത്തുവാൻ ക്രിസ്തുവിന്റെ പ്രസാദം നിന്റെ ഉള്ളിലുണ്ടാകും. ക്രിസ്തുവിന്റെ പ്രസാദമോ ജീവപര്യം, അവന്റെ പ്രസാദമോ ജീവപര്യത്തുള്ള അവന്റെ പ്രസാദം നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ ഈ ലോകത്തെ ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി നീ സ്വീകരിക്കണം. കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനയാകുന്ന സ്നാനം നീ സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം. ചിലർക്ക് ഈ ഉപദേശത്തെ മാറ്റിക്കളഞ്ഞിട്ട് അവരവരുടെ ഉപദേശത്തിലാണ് പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന മർക്കോസിന്റെ സുവിശേഷം 16:16 വായിച്ച കാണാൻ കഴിയും. യേശു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്മാരുടെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ കൂടെ കൽപ്പിച്ച പ്രമാണിപ്പാൻ തങ്ങളുടെ സകല ജാതികൾ ശിക്ഷാക്കളും ഞാൻ ലോകസ്ഥാനം നിങ്ങളോട് കൂടെ ഉണ്ടാകുന്ന മത്തായി 28:18-19 കിടപ്പുണ്ട്.
അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം യോഹന്നാൻ 1:12. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റവും ദൈവനെ മരിച്ചിട്ട് ഉയർത്തുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്ക് വായുകൊണ്ട് രക്ഷയ്ക്ക് ഏറ്റുപറയുക എന്ന് റോമലേഖനം 19. ഇത് ഞാൻ അങ്ങ് വാക്യം പറഞ്ഞു വിട്ടത്. ഈ വാചനമൊക്കെ നീ പഠിച്ചെടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവിന്റെ ശിഷ്യനായി മാറണമെന്ന്. അപ്പൊ അവന്റെ പ്രസാദം നിന്റെ ഹൃദയത്തിനകത്ത് വരണമെങ്കിൽ, അവരുടെ പ്രസാദ ജീവനിൽ നിന്ന് നിൽക്കണമെങ്കിൽ നീ മാനസാന്തരം മടങ്ങി വരണം. ദൈവകൽപ്പന പ്രമാണിക്കണം. വിശുദ്ധ ജീവിതത്തിന് നീ തയ്യാറാകണം. അല്ലെ ലോകത്ത് നിന്നോട് ഇതൊന്നും പറ്റത്തില്ല. ഹല്ലേലൂയ. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വളർന്നത് പെന്തക്കോസുകാരനായിട്ടല്ല. ഞാനൊരു 25 വർഷമായിട്ട് പെന്തക്കോസുകാരനായിട്ട്. അന്ന് തൊട്ട് ദൈവജനം പഠിച്ചപ്പോഴാണ് മുമ്പത്തെ എൻ്റെ ജീവിതം എനിക്ക് മനസ്സിലായത്. അന്ന് ഞാൻ സാത്താൻ പിശാച് എന്ന പിതാവിന്റെ മകനായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. 36 വയസ്സ് വരെ പിശാച് എന്ന പിതാവിന്റെ മകനായി ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. എന്നാൽ എൻ്റെ 36-ാമത്തെ വയസ്സ് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിന്റെ മകൻ എന്നുള്ള സ്ഥാനത്ത് മാറ്റിയിട്ട് ദൈവം പറഞ്ഞു, ഇനി നീ എൻ്റെ മകനാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രസാദം ജീവൻ എന്നതിൻ്റെ ഉള്ളിലുണ്ട്. അത് കാത്തു സൂക്ഷിക്കണം. അത് കെടാതെ തലമുറയായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മുദ്രഹാക്കി പിടിക്കുന്നവരെ ക്രിസ്തുവിന്റെ പ്രസാദം നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ക്രിസ്തുവിന്റെ പ്രസാദം ജീവപര്യന്തം, ആ പ്രസാദം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കണം. സഭയിലെ ദൈവമക്കളോട് പറയട്ടെ, ദൈവദാസന്മാരോട് പറയട്ടെ, ക്രിസ്തുവിന്റെ പ്രസാദമാണോ നിന്റെ ശുശ്രൂഷയ്ക്കകത്തുള്ളതെങ്കിൽ നിന്റെ സഭയിലിരിക്കുന്നവർക്ക് തലമുറയ്ക്ക് നീ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കണം. വ്യക്തം ചെയ്യും. അവർ ക്രിസ്തുവിന്റെ പ്രസാദത്തിൽ വളർത്തിയെടുക്കണം. സഭയ്ക്ക് തടിപിടിക്കൂട്ടി പ്രശ്നം സൃഷ്ടിച്ച് ഉണ്ടാക്കുന്ന നല്ല ശുശ്രൂഷ. ഹല്ലേലൂയ. രക്തം ചെയ്യും. മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. എഫേസ്യർ 4:32. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പി. ഹല്ലേലൂയ. എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ദൈവം മനസ്സിലുള്ളവരായി. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താ? ദൈവം വേണം, മനസ്സിലും വേണം. ആമേൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ദൈവം പിതാവായ ദൈവം കർത്താവായ യേശുവിലൂടെ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ഹല്ലേലൂയ നിങ്ങൾക്കും അന്യോന്യം ക്ഷമിപ്പാൻ കഴിയണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളോട് വളരെ പ്രതികാരത്തിന് നിൽക്കുന്ന, കയർത്ത് സംസാരിക്കുന്ന, നിങ്ങളെ ഏതെങ്കിലും വിധത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിലും ആമേൻ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം ക്ഷമിക്കണം. അതിന് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് ക്രിസ്തുവിന്റെ ദൈവം മനസ്സറിയുക. അവന്റെ പ്രസാദം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവ് ക്ഷമിക്കാൻ, ഭർത്താവിന് ഭാര്യയോട് ക്ഷമിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മനസ്സരവും ദയം നിന്റെ ഉള്ളിലുണ്ടാകണം. അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ വേർപിരിയുന്നത് എന്തുകൊണ്ടാണ്? പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തതുകൊണ്ടും പരസ്പരം വഞ്ചനയിലൂടെ കടന്നു പോകുന്നതുകൊണ്ടും ഒന്ന് ഈ ഭർത്താവിന്റെ അമിതമായ മദ്യപാനം കൊണ്ട്, അമിതമായ ജീവിതം, വഴിവെട്ട ജീവിതം കൊണ്ട് അധ്വാനിക്കുന്ന മുഴുവൻ തകർത്ത് കളഞ്ഞ് ഭാര്യമാർ പലപ്പോഴും ഭർത്താക്കന്മാരെ സ്നേഹിക്കാതെ വഴിവെട്ട ജീവിതം മറ്റുള്ളവർ അന്വേഷിച്ചു പോകും. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സിലും ദയം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം ക്രിസ്തുവിനോട് ക്ഷമിച്ചവർ നിങ്ങൾക്ക് അന്യോന്യം ക്ഷമിക്കാൻ കഴിയും. ഭാര്യ ഭർത്താവ് സന്തോഷമായി ജീവിക്കും. ഹല്ലേലൂയ. ഇത് ഭർത്താവിന്റെ കയ്യിലെ കുഴപ്പം. ഭാര്യ ഇഷ്ടം, ഭർത്താവിന്റെ ഇഷ്ടം. അനാഥമാകുന്ന ആരാ? മക്കളാണ്. നിന്റെ മക്കൾ അനാഥമല്ലേ? എന്റെ മക്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ അപ്പനേതാ അമ്മയേതാന്ന്? മക്കളെ കൊണ്ട് സ്കൂളിൽ ചേർത്ത് എല്ലാ കുഞ്ഞുങ്ങളെ അപ്പനും അമ്മയും ഹല്ലേലൂയ മക്കളെ കൊണ്ട് രാമമാരിച്ചുകൊണ്ട് സ്കൂളിൽ വിടും. അപ്പന്മാരെ കൊണ്ട് സ്കൂളിൽ വിടും. കൂട്ടുകുട്ടികളെ ചോദിക്കും, നിന്റെ പപ്പയും മമ്മയും അവർക്ക് കാണിച്ചു കൊടുക്കാൻ വലിയൊരു ഉണ്ടോ? നിന്റെ മദ്യപാനം കൊണ്ട് നീയും ഭാര്യയും അമ്മയും രണ്ട് വഴി തേടിയില്ലേ? മക്കൾ അനാഥയല്ലേ? നീ എന്നിട്ട് പറഞ്ഞ എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, എന്നെ ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ചു പോയത്? ക്രിസ്തുവിന്റെ പ്രസാദം നിന്റെ ഉള്ളിൽ ഇല്ലാഞ്ഞുകൊണ്ടല്ലേ നീ ഭാര്യയെ ഉപേക്ഷിച്ചത്, നീ ഭർത്താവിനെ ഉപേക്ഷിച്ചത്? അതുകൊണ്ട് നിന്റെ മക്കൾ അനാഥത്വം ഭരിക്കുന്ന അനാഥയായി മാറിയത്. പ്രൈസലോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കുടുംബം നന്നായിട്ട് പടുത്തുയർത്താൻ അതിന് ക്രിസ്തുവിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. രക്തം ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. പ്രൈസലോ. കൊലോസ്യ ലേഖനത്തിലേക്ക് 3-ാം വാക്യം. കൊലോസ്യ ലേഖനം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കൊലോസ്യ ലേഖനം 3-ാം വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശ്വസ്തരും പ്രിയരുമായി മനസ്സിലും ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ
എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും ഇത് സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. പൗലോസ് ലേഖനത്തിൽ പൗലോസ് പറയുക, അന്യോന്യം ക്ഷമിക്കണം. അന്യോന്യം ക്ഷമിക്കണമെങ്കിൽ, അന്യോന്യം ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ക്രിസ്തുവിന്റെ പ്രസാദം നിന്റെ ജീവിതത്തിലേക്ക് നിനക്ക് അന്യോന്യം ക്ഷമിക്കാൻ കഴിയത്തില്ല. പ്രൈസലോ. കുടുംബത്തിന്റെ തകർച്ചയുള്ള ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് കുറെ കൂട്ടുകാരെ കൂട്ടി അവിടെ ഇവിടുന്ന് അതിൽ പൊട്ടച്ചുള്ളി കളിവാക്ക് ചീത്തത്തരം പറഞ്ഞ് ഇഷ്ടമുള്ളവർ ജീവിക്കുക. അമേരിക്ക പണ്ട് ഹിപ്പികൾ ഇഷ്ടം പോലെ നടന്ന പോലെ നടക്കുവാനല്ല സ്വതാവി ഇന്നതിനെ വിളിച്ചത്. ഈ ക്രിസ്തുവിന് വേണ്ടി വിശുദ്ധനായി ജീവിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ദയയ്ക്ക് വേണ്ടി നിങ്ങൾ തത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലര് കർത്താവിന്റെ ദയയെക്കുറിച്ചും മനസ്സിനെ കുറിച്ചും കരുണയെക്കുറിച്ചും അവൻ ഒക്കെ പറയും. പലരും തത്വങ്ങൾ പ്രയോഗിക്കാറുണ്ട്. തത്വങ്ങൾ അവർക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. ചില ഭവനത്തിലൊക്കെ സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാവുന്നത്, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളൊക്കെ പഠിച്ചങ്ങ് PhD എടുത്തവരെ, ഞങ്ങള് ബൈബിൾ മുഴുവൻ നോട്ടായിട്ട് എഴുതി വെച്ചിരിക്കുക, നോട്ടായിട്ട് വലിയ പുസ്തകമായിട്ട് എഴുതിയിരിക്കുക. ഞങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ അവരുടെ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ വാക്യം എന്താണെന്ന് ചോദിക്കും അവരോട്. ചില വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങളെല്ലാം പഠിച്ചു വെച്ച് ഞങ്ങളങ്ങ് തികഞ്ഞവരാ. അപ്പൊ ഞാൻ അവരോട് ആദ്യം ചോദിക്കും, പുസ്തകക്രമം നിങ്ങൾക്കറിയാമോ? അറിയത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം അതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്താ പഠിച്ചത്? ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറയുന്ന വിട്ടുകളായിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ കാണാൻ കഴിയും. ക്രൈസ്തവ ക്രിസ്തുവിനെ ദൈവത്തിന്റെ പ്രസാദം ജീവിതത്തില്ലാതെ ഇന്ന് സാപ്പാനെ നിയന്ത്രിക്കപ്പെടുന്ന അനവധി ആള്. എത്ര കുടുംബങ്ങളെ തകരുന്നേ, എത്ര കുടുംബ ബന്ധങ്ങളെ തകരുന്നത്. ഹല്ലേലൂയ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഇതൊക്കെ കഠിനമായിട്ട് നിങ്ങൾക്ക് തോന്നാം. കഠിനമായിട്ട് തോന്നി, പിന്നെ ഈ പുള്ളിയുടെ ഈ മെസ്സേജ് കേൾക്കണ്ട എന്നൊക്കെ ചിന്തിച്ച എന്നൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് തന്നിരിക്കുന്നതൊക്കെ ഞാൻ അങ്ങ് പ്രസംഗിക്കും. കാരണം ഞാനൊരു പാപിയായ മനുഷ്യനെ, പൗലോസ് പാപികൾ ഒന്നാമെന്ന് പൗലോസ് പറഞ്ഞവരെ ഞാനും പാപികൾ ഒന്നാമനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ പ്രസാദം വന്നപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പണ്ട് ഇരുളായിരുന്നു ഞാൻ, ഇപ്പൊ ഞാൻ കർത്താവിന് ഒരു പ്രകാശത്തിൽ നിൽക്കുകയാണ്. അതെ, കണ്ണുനീരിന്റെ ദുഃഖത്തിന്റെ അടിവ് കടന്നു പോകുന്ന പ്രശ്നേഹിത, നീ മാനസാന്തരം മടങ്ങുക. ക്രിസ്തുവിന്റെ പ്രസാദം ജീവപര്യന്തം അതിന്റെ ഹൃദയത്തിൽ വസിച്ചാൽ നിന്റെ കുടുംബം ശരിയാവും, നീ ശരിയാവും, നിന്റെ മക്കൾ ശരിയാവും. നാട്ടുകാരെ കുറ്റം പറയണ്ട. നീ നിന്നെ തന്നെ ക്രമീകരിച്ച് നീ തന്നെ മാനസാന്തരം, നിന്റെ ലോക ജീവിതത്തിന്റെ വഴിവിട്ട ജീവിതം വിട്ട് മടങ്ങുക. സഹോദര തലമുറയോട് പറയട്ടെ, കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല, കുടിലിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വൈവിധ്യം ചെറിയുടെയും ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിലും വാർത്തയും ഞാനും വൃത്തരും അശന യാച് ഓർണ ചോട്ട തലമുറയിലായിരിക്കുന്ന ജനത്തിനായ എല്ലാ മത നേതാക്കന്മാരെ, സാമൂഹ്യ ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന എല്ലാ സയൻസ് രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ ഭരണാധികാരികളെയും, എല്ലാ ക്രമസമാധാന രംഗം ജുഡീഷ്യന്റെ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരെയും കർത്താവ് എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ഒരു ഏറ്റവും ആസന്നമായ കാലഘട്ടത്തിൽ മനുഷ്യൻ മദ്യവും ഐക്യവും ലഹരി ലോകത്തിന്റെ ജടിയുമായ ജീവിതമൊക്കെ വഴിവിട്ട ജീവിതം വിട്ടിട്ട് കർത്താവെ ഈ ജനമടം ക്രിസ്തുവിന്റെ പ്രസാദ ജീവപര്യന്തമാണ്. അത് ഹൃദയത്തിൽ പ്രാപിച്ചുകൊണ്ട് കുടുംബത്തിനകത്ത് വെളിച്ചം പകർന്ന് മക്കൾക്ക് മാതൃകയുള്ള ആ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ ഈ തലമുറകളെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. പാപത്തെ വിട്ട് മടങ്ങി വരട്ടെ. കുടുംബത്തിന്റെ ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനം കഴിയിട്ട് സാത്താന്റെ തന്ത്രങ്ങൾ കുടുംബം പിടിപ്പിക്കപ്പെടട്ടെ. സകലത്തിന്റെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.